നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ്, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുക, അതേക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാത തന്നെയാണ് ലക്ഷ്യം. നമ്മൾ ഈ പാതയിലൂടെ നീങ്ങുമ്പോൾ സഹജമായിട്ടുള്ള ഈ മാർഗം, സഹജമായിട്ടുള്ള ജീവിതം, അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ലക്ഷ്യം നമ്മൾ യാത്ര ചെയ്യുന്ന ഈ പാതയിലൂടെ നമ്മളിലൂടെ പ്രവഹിക്കുന്നു. നമ്മൾ ഒരു നാട്ടുപ്രദേശത്തുനിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ആദ്യം ചെറിയ ഇടവഴികളിലൂടെ പോയി, പിന്നെ കുറച്ചും കൂടി വലിയ വഴിയിലേക്ക് പോയി, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സൈക്കിളോ ഓട്ടോറിക്ഷയോ എന്തായാലും പിടിക്കുന്നു, മെയിൻ റോഡിലെത്തുന്നു. വിശാലമായിട്ടുള്ള മെയിൻ റോഡ്. ഇപ്പോൾ ഒക്കെ 6 വരി പാതകളാണ്. അപ്പോൾ മെയിൻ റോഡ് അതിവേഗം പോകുന്നു. എന്നിട്ട് എയർപോർട്ടിലെത്തുന്നു. എയർപോർട്ടിൽ നിന്ന് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയും. നമ്മുടെ ലക്ഷ്യം അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പാതയും അത് തന്നെയാണ്, സ്നേഹം തന്നെയാണ് പാത. അപ്പോൾ സ്നേഹത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ നമ്മൾ ആദ്യം സഞ്ചരിക്കുന്നു. എന്താണ് ഇടുങ്ങിയ വഴികൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈ പ്രപഞ്ചം സ്നേഹം കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നമുക്ക് ആ സ്നേഹത്തിൻ്റെ ആ എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഇത്രയും നല്ലൊരു ശരീരം നൽകി. ജനിക്കുമ്പോൾ നമ്മുടെ ശരീരം എത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. എല്ലാം അതിൻ്റെ പ്ലേസിലായിരുന്നു. നമുക്ക് ആവശ്യമുള്ള എല്ലാം തരുന്നു. വെളിച്ചവും വെള്ളവും ഭക്ഷണവും എല്ലാം തരുന്നു. അപ്പോൾ സ്നേഹം നമ്മളിലേക്ക് കോരിച്ചൊരിയണം. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ഈ സ്നേഹം അത് അതേ രീതിയിൽ തന്നെ
തിരിച്ചു ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. ഇതാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ഉയർന്ന സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഈ സ്നേഹം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കും, സ്നേഹം നൽകാൻ പറ്റുന്ന പാത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ യാത്രയിലാണ് നമ്മളിപ്പോൾ. ആ മെഡിറ്റേഷൻ ചെയ്ത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ നിലനിർത്തുമ്പോൾ എൻ്റെ അഹംബോധം എന്നുള്ള ഈ ഒരു പാത്രം അത് നിറഞ്ഞ് കവിയണം. അത് പിന്നെ ഒരു പാത്രമല്ല, അതൊരു മീഡിയം, മാധ്യമമായിട്ടാണ് മാറേണ്ടത്. ഒരിക്കലും പിന്നെ താഴേക്ക് ഇടുങ്ങിയ വഴികളിലേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഹൃദയമായി മാറണം. കണ്ടീഷൻ നിലനിർത്തുക. നമ്മൾ അവഗണിച്ച ചിന്തകൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവഗണിച്ചു കുറേ ചിന്തകൾ, എന്നിട്ടാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലെത്തിയത്. കാരണം ആ ചിന്തകൾ നമ്മളെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ഈ അവഗണിച്ച ചിന്തകളും അവഗണിച്ച പ്രശ്നങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ശുദ്ധീകരിക്കുന്നുണ്ട്, സിറ്റിങ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് പോയിട്ടില്ല, അതവിടെ ഉണ്ട്. കുറേ ഭാഗങ്ങൾ അവിടെ ഉണ്ട്. എന്തിനാണത്? ബാബുജി മഹാരാജ് പറയുന്നത് സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ? സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്യൂർ ലവ് ആണ് എന്ന് ചാരുജി മഹാരാജ് പറഞ്ഞു, പരിശുദ്ധമായിട്ടുള്ള സ്നേഹം. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള വാസനകളും ചിന്തകളും അതിനെല്ലാം നമ്മൾ സ്നേഹത്തിൻ്റെ പാതകളാക്കണം എന്നാണ് തോന്നുന്നത്. ആ ചിന്തകളെ സ്നേഹിക്കുക. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, അവഗണിച്ചിട്ടും പോകുന്നില്ലെങ്കിൽ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ ചിന്തകൾ, നമ്മളൊരിക്കലും ഇഷ്ടപ്പെടാത്ത ചിന്തകൾ, അത് പലപ്പോഴും വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അനുഭവങ്ങളെക്കുറിച്ചായിരിക്കാം, എന്തെങ്കിലും കാര്യമായിരിക്കാം, അതിൽ സ്നേഹം നിറയ്ക്കുക. അവിടെ സ്നേഹം നിറച്ചിട്ട് ആ ചിന്ത ഇല്ലാണ്ടാവും. അബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്, ഒരു ശത്രുവിനെ ഏറ്റവും എളുപ്പം ഇല്ലാതെയാക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ മിത്രമാക്കി മാറ്റുക എന്ന്. മിത്രമാക്കി മാറ്റുക. ശത്രുതയില്ല, നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ് അതെല്ലാം. നമ്മുടെ സ്മരണയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ഡിവൈനൈസ് ചെയ്യണം. ആ ചിന്തയ്ക്ക് കൂടി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം, ആ വ്യക്തിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം, അതിൻ്റെ മെഡിറ്റേഷൻ്റെ ബെനിഫിറ്റ് അവർക്കും കിട്ടട്ടെ, അവരിലേക്കും ആ നന്മ പോട്ടെ, സ്നേഹം അങ്ങോട്ട് നൽകുക. അപ്പോൾ ഉള്ളിൽ നമ്മുടെ ഈ ക്ലെൻലിനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി തീരും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ ലോകം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കാത്തു വച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്നേഹമാക്കി മാറ്റാം, അതിനെയൊക്കെ പാകപ്പെടുത്തി ബ്യൂട്ടിഫുള്ളാക്കി മാറ്റാം. പിന്നെ അവിടുന്ന് തുറക്കുമ്പോൾ നമ്മുടെ ചാനൽസ് ഉണ്ട്, നമ്മളെ ഇരിക്കാൻ സഹായിച്ചിട്ടുള്ള, നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം ശക്തി നൽകുന്ന നെർവസ് ചാനൽസ് നമ്മളുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ്റെ ചാനൽസ് ഉണ്ട്. എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിസിനിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് ശരിക്കും സത്യമായിട്ടും ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. പല വഴികളുണ്ട്, പല ഫ്ലോ ഉണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റംസ് ഉണ്ട്, പ്രതിരോധ ശക്തികളുണ്ട്. ഇതെല്ലാം നമ്മളറിയാതെ നമുക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരെയും നമ്മൾ സ്നേഹം നൽകുക. നമ്മുടെ നെർവസ് ചാനൽസിലൂടെ എല്ലാം സ്നേഹം ഒഴുകട്ടെ. നമ്മളെ റിലാക്സ് ചെയ്യാനും മനസ്സിനെ നിയന്ത്രിക്കാനും എല്ലാം സഹായിച്ചത് നെർവസ് ചാനൽസാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഓർക്കണ്ടേ, വന്ന വഴി മറക്കരുത് എന്ന് പറയും. നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു, വലിയൊരു പിൽഗ്രിമേജ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ വേർഷനെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കാത്തുകയാണ്. തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും ലഭിക്കുക? നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഓഫീസും തിരിച്ചു വരുമ്പോൾ എന്താണ് അവർ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കും. അതുപോലെ തന്നെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള നെർവസ് ചാനൽസും. കാരണം അവിടെ കൂടെയാണ് ഈ സ്നേഹം പോകേണ്ടത്, അവിടത്തിലൂടെയാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നൽകുക, നമുക്ക് ലഭിച്ച കണ്ടീഷൻ അങ്ങോട്ട് കൊടുക്കുക. ആ കണ്ടീഷൻ അങ്ങനെ പോട്ടെ, ആ കണ്ടീഷൻ അങ്ങനെ ഒഴുകിയിട്ട് നമ്മുടെ ശരീരത്തിലെ മസിൽസിലേക്കും നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും നിറയട്ടെ. അവരെല്ലാവരും നമ്മുടെ കൂടെ, എന്തൊക്കെ ഓരോ കോശങ്ങളും ഓരോ ജീവനാണ്. അത് ഏതോ ഒരു സമയത്ത് നമ്മുടെ കൂടെ വന്നു ചേർന്നു, അവർ വിട്ടുപോകുന്നു, നമ്മളതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല.
എത്രയോ ജീവികൾ നമ്മുടെ ഈ കോശങ്ങളല്ലാതെ എത്ര ബാക്ടീരിയകൾ, വൈറസുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അവർക്കിത് ലഭിക്കട്ടെ, അവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കട്ടെ. അപ്പോൾ നമുക്ക് പ്രതിരോധിക്കുക എന്നുള്ള ആ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് സ്നേഹം നൽകുക എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് ആക്കി മാറ്റണം. നമ്മളിപ്പോൾ ഡിഫെൻസീവായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത്, റിയാക്ഷണറി ആയിട്ടൊരു ജീവിതമാണ് ജീവിക്കുന്നത്. എല്ലായിടത്തും നമ്മളെ ലോകം ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അത് മെഡിസിൻ ആയാലും ഏത് ജോലിയായാലും നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ അപകടകാരികളാണോ, അവരുടെ അടുത്ത് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ രീതിയിൽ ഡിഫെൻസീവ് പ്രാക്ടീസ് നമുക്ക് കൂടിക്കൂടി വരികയാണ്. രാജ്യത്തിനും ഡിഫെൻസീവ് പ്രാക്ടീസ് നമുക്ക് കൂടി വരികയാണ്. ഈ ഒരു സ്ഥിതിയിൽ നമ്മളിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാം, ഇൻഡിവിജ്വലായിട്ട് മാറ്റങ്ങൾ വരും. ഇതിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ സ്നേഹം നിറയ്ക്കുക, നമ്മുടെ ശരീരത്തിന് സ്നേഹം നിറയ്ക്കുക, എന്നിട്ട് ആ ശരീരം സ്നേഹത്തിൻ്റെ മാധ്യമമായി മാറട്ടെ, റെസ്പ്ലൻഡൻ്റ് ആവട്ടെ ആ സ്നേഹത്തിന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ദാജി നിരന്തരമായിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് അദ്ദേഹം സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ പാത്ത് ഈസ് ദ ഗോൾ എന്നുള്ള ഈ വീഡിയോ സെഷനിൽ കൈമാറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. എല്ലാവരും ഇത് ഉൾക്കൊണ്ടിട്ട് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് വരണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.